ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സമയം രാവിലെ 6:30 മണിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ 6 മണിക്കാണ് എഴുന്നേറ്റ് റെഡി ആയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണേ അതേ ഐറ്റം തന്നെ ടിഫിനും കൊണ്ടുപോയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ദിവസം എനിക്കിത്തിരി തിരക്കടിക്കാതെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ഭയങ്കര തിരക്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും എനിക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഒന്നിച്ച് ചെയ്യണതാണ് ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ രാവിലത്തെ ആ ഒരു നിൽക്കണയിൽ എല്ലാ പണിയും കൂടി കഴിഞ്ഞോളും. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതിൻ്റെ കൂടെ പൊട്ടാറ്റോ കറിയാണ് ഉണ്ടാക്കണേ, നമ്മൾ ബാജി. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഓയിലി ഐറ്റംസ് ഒന്നും ഞങ്ങൾ വീട്ടിൽ രാവിലെ കഴിക്കാറേ ഇല്ല. പക്ഷേ മക്കൾക്ക് എന്തോ ഇന്ന് അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ തന്നെ കുറേ പൂരി ഉണ്ടാക്കണം എല്ലാവർക്കും കഴിക്കണമെങ്കിൽ. വൈകിട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ എനിക്ക് ഇത്രയും ഇതുള്ള പണി എനിക്ക് മടിയാട്ടോ. എനിക്ക് ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് രാവിലെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവരൊരു ആഗ്രഹം പറഞ്ഞല്ലേ എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പൂരി മേടിക്കാം. അതാവുമ്പോൾ രാവിലെ നമ്മുടെ പണി കുറച്ചും കൂടി വേഗം കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ലൈറ്റിൻ്റെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ വല്ലപ്പോഴും മേടിക്കണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും ഈ ഇങ്ങനത്തെ ഐറ്റംസ് മേടിച്ച് കഴിക്കുമ്പോഴാണ് അത് പിന്നെ ഒരു കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ പരമാവധി വീട്ടിലുണ്ടാക്കിയിട്ട് തന്നെ കഴിക്കാൻ നോക്കാറ്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് നമ്മുടെ സൗകര്യം കൂടി നോക്കണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ വാങ്ങി. അങ്ങനെ പൂരിയെല്ലാം ഞാനിങ്ങനെ ചുട്ടെടുക്കുകയാണ്. അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പൂരി ഇങ്ങനെ നമ്മൾ ചെരിച്ച് വെക്കുക. ഒരെണ്ണത്തിന് മുകളിൽ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ മുകളിലത്തെ ഓയിൽ മുഴുവൻ താഴത്തോട്ട് വന്ന് ഭയങ്കര ഓയിൽ കുടിച്ച പോലെയാവും. അതാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടല്ല ഇങ്ങനെ ചെരിച്ച് എല്ലാം അങ്ങനെ വെക്കുക. അപ്പോൾ നന്നായിട്ട് ഓയിൽ അതിൻ്റെ പോയി കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ചൂടോടെ കഴിക്കുന്നതായിട്ട് രസം. നമ്മൾ ഹോട്ടലിലൊക്കെ പോകണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ബോൾ പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഉണ്ടാക്കി വരുമ്പോഴേക്കും ആദ്യം ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ ചുങ്ങി പോയി തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളങ്ങനെ ഉണ്ടാക്കി വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയും കൂടി സെറ്റാക്കി എടുക്കാം. ഈ ഒരു കറി ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതും വെള്ളയപ്പം, പൂരി, ചപ്പാത്തി, നൂലപ്പം ഇതിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് വേപ്പില, 2 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കൂടിയിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചത്. മഞ്ഞൾപ്പൊടി അപ്പോൾ ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചേർത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ഇതൊക്കെ വേവിച്ച് ചേർക്കാം. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു നമുക്ക് കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടുക. പക്ഷേ നമുക്ക് ഇവിടെ അത്യാവശ്യം ഇത്തിരി ഗ്രേവി ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് വെള്ളത്തോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കുമ്പോൾ അത്ര രസമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കട്ടിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഗ്രേവി കട്ടിയായിട്ട് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ലായനി പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. തിളച്ച് കഴിയുമ്പോൾ കറിക്ക് കുറച്ച് കട്ടി വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കൂടുതൽ നിൽക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. ഓരോ കറിക്കനുസരിച്ച് നമ്മളിങ്ങനെ ചേർക്കണ ഇൻഗ്രീഡിയൻസിന് മാറ്റമുണ്ട് കേട്ടോ. ചിലതിൽ കടലമാവ് ചേർക്കുക, ചൈനീസ് ഡിഷുകളാണെങ്കിൽ കോൺഫ്ലവർ ആയിരിക്കും ചേർക്കുക. ഇങ്ങനത്തെ കറികളിൽ ഞാൻ ചെയ്യുന്നൊരു ഐഡിയ ആണിത്. ഇത് ചെയ്യണതൊക്കെ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം മക്കളുടെ കൂടെ അവിടെ സംസാരിച്ചിരിക്കുകയും അവർക്ക് എന്തെങ്കിലും കുഞ്ഞു ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യും. പണ്ടത്തെ മാതിരി ഒന്നുമല്ല, അധികമൊന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവർ പോയാൽ പിന്നെ ഞാൻ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ പണിയെല്ലാം കഴിഞ്ഞ് അവർ തിരക്കടിച്ച് ജോലിക്ക് അങ്ങോട്ട് പോകണമല്ലേ. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ക്ഷീണം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുന്നു. കാരണം ഇത്രയും പണി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ടയേർഡായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മീൽ പ്ലാൻ ഒന്ന് എഴുതി വെക്കുക, ആഴ്ചയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് കുറേ നേരം ഫോൺ നോക്കി കഴിയുമ്പോൾ ഒരു കുറ്റബോധമാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ കുറേ പണിയെടുത്ത് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഒരു ദിവസം മുഴുവൻ പണിയെടുത്തുകൊണ്ട് നടക്കണം, എന്നാൽ മാത്രം പ്രൊഡക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് നമ്മളൊരു മടിച്ചിയായി എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കും അങ്ങനെയാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര മടിച്ചിയാണല്ലോ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കും വേണം. ഫുൾ ടൈം പണിയെടുത്തുകൊണ്ട് ഇരുന്നാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഇടയ്ക്ക് റെസ്റ്റും കൂടി നമ്മൾ കൊടുക്കണം. കാരണം പണികളൊക്കെ അവിടെ കിടന്നോളൂ, ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അതുപോലെ കുക്കിംഗ് ഇപ്പോൾ നമുക്ക് ചെയ്യാണ്ട് പറ്റില്ല. ബാക്കി പണികളൊക്കെ നമുക്ക് നാളേക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പണ്ട് എൻ്റെ ഒരു രീതിയായിരുന്നത് ഓരോ മിനിറ്റും പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നാണ്. പക്ഷേ എനിക്ക് ഏജ് കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടേക്കാണ് ഈ തിരക്കടിച്ച് ഞാൻ ഈ പണിയെടുത്ത് കൂട്ടണേന്ന്. നമ്മൾ കുറച്ച് സാവധാനത്തിൽ പതുക്കെ ചെയ്താൽ തീരാവുന്ന പണികളോട് മാത്രമല്ല, ഒരു ദിവസം അത് തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഒരു വിരോധമില്ല. നമ്മുടെ സെൽഫ് കെയറും കൂടി നോക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ അത് മുഴുവൻ കഴിഞ്ഞിട്ട് എന്നെ നോക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ എനിക്ക് തോന്നണില്ല സമയം കിട്ടുന്നു. ഒരു ഏജ് എത്തുമ്പോൾ നമുക്കതൊരു തിരിച്ചറിവ് വരികയും ചെയ്യും.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഉച്ചയ്ക്കത്തെ ലഞ്ച് നല്ല എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യണം, നന്നായിട്ട് പാചകം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വല്ലാണ്ട് കുറേ പണിയെടുത്ത് ഇപ്പോൾ കൂട്ടണില്ല. കാരണം ഇപ്പം ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത് മുഴുവൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പാചകത്തിന് പോകുമ്പോൾ എന്തോ ഒരു മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ വീടൊക്കെ ഒന്ന് ഒതുക്കിയിടാം. കുറച്ച് തുണികളൊക്കെ മടക്കാൻ ബാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച് വീടൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ച ശേഷം ഞാൻ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സാധാരണ സൺഡേസിലാണ് എപ്പോഴും സ്പെഷ്യൽ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം. ക്ലാസ് ഉള്ള ദിവസമൊക്കെ കുക്കിംഗ് ചെയ്യുമ്പോൾ അങ്ങനെ എൻജോയ് ചെയ്തിട്ടൊന്നല്ല ചെയ്യണത്, ഭയങ്കര തിരക്കടിച്ചിട്ടാണ് ചെയ്യണത്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ സൺഡേസിലൊക്കെയാണ് ഞാൻ എൻജോയ് ചെയ്ത് ഭക്ഷണം വയ്ക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ രാവിലത്തെ ആ ഉഷാറോറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് പണികൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എനർജി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ഈ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. റോസെന്നോ അല്ലെങ്കിൽ ബർക്കത്തോ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ചെറിയ മണിയുള്ള അരി അതാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മീനും കൂടി ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ശരിക്കും ബിരിയാണിക്ക് എടുക്കണ മീനൊന്നല്ല കേട്ടത്, ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് പിലോപ്പി എന്ന് പറഞ്ഞ മീനാണ്. ആ മീൻ കറി വയ്ക്കാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്യണതാണ്. പിന്നെ അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. മീനിൻ്റെ എണ്ണ അനുസരിച്ച് മസാലയൊക്കെ നമ്മൾ കൂടുതൽ എടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അതും കൂടി ഒന്ന് വെക്കുക. അപ്പോൾ നമുക്കത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിരിയാണി അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഒരു വലിയ നമ്മുടെ ബിരിയാണി പാത്രത്തിൽ വെള്ളവും അതിലേക്ക് മുഴുവൻ മസാലകൾ കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, ഇല ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരി ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് ബിരിയാണി അരി വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാള, കാഷ്യൂനട്ട്, മുന്തിരി ഇതെല്ലാം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓയിലിൽ തന്നെയാണ് നമ്മളിനി മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബാലൻസ് തരുന്ന ഓയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രേവി നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഓയിൽ നമുക്ക് എടുക്കാം. സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് അത് നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ആയി വരണ പോലെ, വഴറ്റിയെടുക്കലല്ലോ ചെയ്യണം, ഫ്രൈ ചെയ്തിട്ട് വരണ പോലെ ചെയ്യുക. കുറച്ച് ഉപ്പുത്ത് തൂളി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കളറായി കഴിയുമ്പോൾ, വല്ലാതെ കരിഞ്ഞ കളറാവരുത്, ഈ ഒരു കളറായി കഴിയുമ്പോൾ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊന്നും കൂടി കൂടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറിൽ എടുക്കുക. കാഷ്നട്ട് ആയാലും മുന്തിരി ആയാലൊക്കെ ഇതുപോലെ തന്നെയാണ്. ഒരു പകുതി കളറാകുമ്പോൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇരുന്ന് അതിൻ്റെ കളറ് വരും, ആ കട്ടിയും ഒക്കെ അതുപോലെ തന്നെ വരും. ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ മീനിനെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറേ മുള്ളുകളൊന്നും ഇല്ല, അത്യാവശ്യം നല്ല ദശയൊക്കെ ഉള്ള അങ്ങനത്തെ മീൻ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല മീനാണ്, കുറച്ച് മുള്ളുണ്ട് എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മീനാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ മീനിൻ്റെ പീസ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാതെ മൊരിച്ചെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സോഫ്റ്റായിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറേ മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷ് ബിരിയാണിക്കുള്ള ആ ഒരു മീനൊരു ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ സോഫ്റ്റായിട്ട് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി അരി വേവിക്കാനുള്ള വെള്ളം നമ്മൾ വെച്ചത് ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാറാകുമ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സ്മെല്ലിന് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം, ലാസ്റ്റും ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടി ചേർത്ത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരി നമ്മൾ കുതിർത്ത് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതും കൂടി ചേർത്ത് നന്നായി തിളച്ച് അത് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക വെന്തിട്ടുണ്ടോയെന്ന്. വെന്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചോറൊക്കെ ചെയ്യണ പോലെ ഊറ്റിയെടുക്കുക. അരി വേവിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുഴുവനായിട്ടും വേവിച്ചെടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഈ ചൂടിലിരുന്ന് പിന്നെയും ഇത് വേവും. അപ്പോൾ അതുകൊണ്ട് ഒരു പൊടിക്ക് കുറച്ചിട്ട് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ദമ്മ് ചെയ്യുമ്പോഴും വേവും, അതനുസരിച്ച് വേവിച്ചാൽ മതി. ഇനി നമ്മുടെ ഗ്രേവി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നേരത്തെ മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ആവശ്യത്തിനുള്ള ഓയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒന്ന് മൊരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് സവാള കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേപ്പിലയും ചേർക്കാറുണ്ട് കേട്ടോ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വേപ്പിലയും കൂടി ചേർത്തു. സവാള അധികം എടുത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതിൽ ചിക്കൻ്റെ പോലെ കുറേ ഒന്നുമില്ല. ചിക്കൻ ആകുമ്പോൾ കുറേ അധികം ഉണ്ടാവും, ഫിഷ് ആകുമ്പോൾ നമുക്ക് കുറേ അധികം ഉണ്ടാവില്ല പീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള കുറച്ച് അധികം എടുത്താലാണ് ഗ്രേവി കിട്ടുള്ളൂ. മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഗ്രേവിയും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 നേരത്തേക്കുള്ള രീതിയിൽ കുറച്ച് അധികം തന്നെ സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായി വാടി സോഫ്റ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ബിരിയാണിക്കുള്ള സവാള നല്ല രീതിക്ക് വഴറ്റിയെടുത്താലാണ് ആ ടേസ്റ്റ്. അത് ഇപ്പം നമ്മൾ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കുന്നതിലും ടേസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ നേരം വൈകുന്നേരം കഴിക്കുമ്പോഴാണ് ആ സവാള ഗ്രേവി ടേസ്റ്റ് ആവുക. കാരണം അതൊന്ന് ഇരുന്ന് പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് മൊരിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ.
ഇനി നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ആയതുകൊണ്ടാണ് കാശ്മീരി ചില്ലിപ്പൊടി. എരിവ് കുറവായതുകൊണ്ട്, എരിവ് കൂടുതലുള്ളത് എടുക്കുകയാണെങ്കിൽ ഇത്ര ചേർക്കരുത്. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ചിലർ മുളക് പൊടിയും ചേർക്കില്ല, പച്ചമുളക് മാത്രമാണ് ചേർക്കാട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ പക്ഷേ മുളക് പൊടി ചേർക്കാറുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുമില്ല. ഇനി ഞാനതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി ചൂടാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തൈരിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഗ്രേവി കുറവാണെങ്കിൽ ഇത്ര ചേർക്കരുത്, 1/4 കപ്പൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇനി നന്നായിട്ടൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലേവറൊക്കെ ഒന്ന് നോക്കുക, കഴിച്ച് കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനിൻ്റെ പീസസ് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കുക. ഈ മീനിൻ്റെ പീസ് വെച്ചാൽ പിന്നെ കുറേ ഇളക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മീനിൻ്റെ പീസസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേവി ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി വെക്കുക. അപ്പോൾ ആ മീനിലേക്ക് ആ ഗ്രേവിയുടെ മണവും ഫ്ലേവറും എല്ലാം കൂടിയൊക്കെ വരും. അപ്പോൾ ഇതിനി അങ്ങനെ മൂടി വെച്ച് സെറ്റാക്കി വെക്കുക. ഇനി കുറേ ഇട്ടത് വെക്കേണ്ട, കാരണം എന്ന് വെച്ചാൽ മീൻ ഓൾറെഡി വെന്തതാണ്, അല്ലെങ്കിൽ അതൊക്കെ പിന്നെ പൊടിഞ്ഞു പോവും. ഇനി നമുക്ക് നമ്മുടെ റൈസ് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഗ്രേവി എല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തു. അതിൽ നമ്മൾ പിന്നെ ഗാർണിഷ് ചെയ്യാൻ വെച്ച സവാളയും കാഷ്യൂനട്ടും മുന്തിരിയും മല്ലിയിലയും പിന്നെ നമ്മുടെ ഗ്രേവി എന്നുള്ള കുറച്ച് ഗ്രേവി ഞാൻ അതിലിങ്ങനെ ഇട്ട് കൊടുത്തു. അതിന് വീണ്ടും അതേപോലെ തന്നെ ലെയർ ചെയ്യുക. ഇങ്ങനെ ലെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞളുടെ വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ മീൻ വറുത്ത ഓയിലിൻ്റെ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതൊരു ലേശം ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അരിക്ക് കളർ ഡിഫറൻസ് ഒക്കെ വരും, നല്ലൊരു ഓറഞ്ചും യെല്ലോ കളേഴ്സൊക്കെ കിട്ടും. പിന്നെ നമുക്ക് പൈനാപ്പിൾ എസൻസും ബിരിയാണി എസൻസൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതൊരു വെള്ളത്തിൽ കുറച്ച് അത് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് കിട്ടും. പിന്നെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ട് നമ്മളിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശക്കല്ലിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊരു 8 മിനിറ്റൊക്കെ ഒന്ന് വെച്ച്, അത് നമ്മൾ നോക്കണം കേട്ടോ, കുറേ ചൂടാക്കരുത്, അടി പിടിച്ച് പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ദം ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് അവിടെ വെച്ചു. ഇനി എല്ലാം ഒന്ന് ഇരുന്ന് സെറ്റാവട്ടെ, കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അവിടെ അങ്ങനെ ഇരുന്നു. 1 മണിയാകുമ്പോൾ നമ്മുടെ ലഞ്ച് കഴിക്കാൻ നേരമായപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് എടുത്ത് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ബൗളെടുത്ത് അതിൽ കുറച്ച് റൈസും പിന്നെ ഫിഷും ഗ്രേവിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി റൈസ് ഇട്ട് ഇങ്ങനെ നമ്മൾ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെയും കൂടി എടുത്ത് ഇതേപോലെ സെറ്റാക്കി എടുത്തു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണതല്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും കഴിഞ്ഞ വട്ടത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കുറേയും കൂടി ബെറ്റർ ആക്കി ഓരോ തവണയും ചെയ്യുമ്പോഴാണ് നമ്മൾ കുക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നന്നാവും. ഇപ്പോൾ 15 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ഭക്ഷണം വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കല്യാണത്തിന് മുൻപൊന്നും ഭക്ഷണം വയ്ക്കുന്ന ഒരാളല്ല. അപ്പോൾ ഫുഡൊക്കെ ടേസ്റ്റ് കഴിക്കാൻ ഇഷ്ടമാണ്, ഉണ്ടാക്കണമൊക്കെ നോക്കി നിൽക്കും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പണികളൊന്നും ഒരു ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല. ചിലവർക്ക് കുക്കിംഗ് ആദ്യമേ ഇഷ്ടമുള്ളവരുണ്ടാവും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് ഓരോന്ന് ഉണ്ടാക്കി പലതും ഫ്ലോപ്പായി. പിന്നെ അതിൽ നിന്നുമൊക്കെ പഠിച്ചിട്ടാണ് കുക്കിങ്ങൊക്കെ പഠിച്ചത്. പക്ഷേ ഉണ്ടാക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നാലും ഉണ്ടാക്കാനുള്ളൊരു പ്രാക്ടീസായി, ഒരു കോൺഫിഡൻസ് നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെയാണ് നമുക്കത് കിട്ടുക. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി പിന്നെ എല്ലാവരും നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു ഐറ്റം ഉണ്ടാക്കാനുള്ളൊരു എനർജി കുക്കിങ്ങിൽ അങ്ങനെയാണ് കിട്ടണത്. വീട്ടിലുള്ളവർ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം. മക്കളായാലും ഹസ്ബൻഡായാലും പാരൻസൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വട്ടം നന്നായിട്ട് ഉണ്ടാക്കാൻ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. പുതിയ പാത്രം നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കണ പാത്രമൊക്കെ എടുത്തിട്ടാണ് ഞാൻ കഴിക്കണേ. കാരണം എൻ്റെ മക്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ചിന്തിച്ചത്. അവർ പറയണത് ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് പിന്നെ എപ്പോഴും ഇതിൽ കഴിക്കാൻ പറ്റാമെന്ന് അവർ ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഗസ്റ്റ് പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. ആ റൈസിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു മീൻ എടുത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക രസമാട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം കഴിച്ച് നല്ല ഹാപ്പിയായി. പിന്നെ എനിക്കൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവാമോ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് എനിക്ക് അത് അപ്പം തന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അത് ടേസ്റ്റ് ഉള്ളതൊക്കെയാണ്, പക്ഷേ എനിക്കത് കഴിക്കാൻ അപ്പം തോന്നില്ല. ഭയങ്കര ടയേർഡായിട്ടോ എന്തോ അല്ലാത്തിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ട് എനിക്കപ്പം ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. വൈകുന്നേരം ആകുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നാറ്. ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ പണിയുള്ള ഐറ്റംസ് ആകുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ കഴിക്കാൻ എന്തോ അങ്ങനെ തോന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും എനിക്ക് ഒട്ടും കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം TV കണ്ട് ഫുഡ് കഴിക്കുമ്പോഴേ ഫുഡ് ആസ്വദിക്കുന്ന പോലെ തോന്നില്ല. ഇന്ന് ഞാൻ ഫുഡ് കഴിഞ്ഞിട്ടാണ് TV കാണാൻ പോയത്. അപ്പോൾ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ടും ഇന്ന് കണ്ടു തീർക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് തിരക്കൊക്കെ ഒന്ന് കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.